നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചർച്ച രാത്രി 11 മണിക്കാണ് അവസാനിച്ചത്. പാർട്ടിയുടെ അടിത്തറ നഷ്ടമായ അവസ്ഥയാണെന്നടക്കമുള്ള രൂക്ഷ വിമർശനങ്ങളാണ് അംഗങ്ങൾ ഉയർത്തിയത്. സ്ഥിതി അതീവ ഗൗരവമാണെന്നും കേവലം സാങ്കേതികമായ വിലയിരുത്തലുകൾ കൊണ്ട് മാത്രം കാര്യമില്ലെന്നും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. കണക്കുകൾ മാത്രം നോക്കി പോകുന്ന പതിവ് ശൈലി മാറ്റണമെന്നും താഴെത്തട്ടിലുള്ളവരുമായി മുൻവിധികളില്ലാതെ സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും നേതൃത്വം തയ്യാറാകണമെന്നും ആവശ്യമുയർന്നു. വരും മാസങ്ങളിൽ താഴെത്തട്ട് മുതലുള്ള എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നലെ ചേർന്നിരുന്നു. അതിൽ രൂക്ഷ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉയർന്നത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചർച്ച രാത്രി 11 മണിക്കാണ് അവസാനിച്ചത്. പാർട്ടിയുടെ അടിത്തറ നഷ്ടമായ അവസ്ഥയാണ് എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് നേതൃത്വത്തിനെതിരെ അംഗങ്ങൾ ഉയർത്തിയത്. സ്ഥിതി അതീവ ഗുരുതരമാണെന്നും കേവലം ഒരു സാങ്കേതികമായ വിലയിരുത്തൽ കൊണ്ട് മാത്രം കാര്യമില്ല എന്നും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കണക്കുകൾ മാത്രം നോക്കി പോകുന്ന പതിവ് ശൈലി മാറ്റണമെന്നും താഴെത്തട്ടിലുള്ളവരുമായി മുൻവിധികളില്ലാതെ സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും നേതൃത്വം തയ്യാറാകണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. വരും മാസങ്ങളിൽ താഴെത്തട്ട് മുതലുള്ള എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഏതായാലും ഈ ഒരു LDFിനുണ്ടായ തോൽവിയിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതൃത്വത്തിനെതിരെ അടക്കം രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്.